ഹായ് ഫാമിലി. അപ്പം അങ്ങനെ എൻ്റെ ചെറിയൊരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞാനിങ്ങനെ ചെറിയ വലിയ ഇടവേളകളൊക്കെ എടുക്കണത് എനിക്ക് ഒന്നാമത്തെ സമയമില്ല ഗൈസ്. ഇപ്പോൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ തിരിച്ചു വരവിൻ്റെ ഉദ്ദേശം നീനമ്മ മാത്രം കേട്ടോ. അവൾ എൻ്റെ അടുത്ത് നിൻ്റെ വീഡിയോസ് എവിടെ, നീ എന്താ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഇപ്പോൾ സമയമില്ലാതിരുന്നിട്ട് സമയം കണ്ടെത്തി ഞാൻ എടുത്തതാണ്. അപ്പം എനിക്ക് മനസ്സിലായി സമയം കിട്ടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്നും കൂടിയെന്ന്. അപ്പോൾ ദേ ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് ഷാർജയിലാണ് കേട്ടോ. ഇച്ചനും ചീസപ്പനും ഡ്യൂട്ടിക്ക് പോയേക്കാം. അപ്പോൾ ഞങ്ങളുടെ നീനമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന ഒരു ക്രേവിങ്സ് ഉണ്ട്, ഇങ്ങനെ പൊതിച്ചോറിൻ്റെ ഒരു ക്രേവിങ്സ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനും നീനമ്മയും കൂടി എന്നാൽ ഒരു പൊതിച്ചോറ് കെട്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തിരിച്ചുവരവിൽ നിങ്ങളെല്ലാവരും എന്നെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പം പൊതിച്ചോറ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇലയിലൊക്കെ പൊതിഞ്ഞ് മാത്രമേ പൊതിച്ചോറ് സെറ്റാക്കാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇവിടെ ഇലക്കൊക്കെ ഭയങ്കര റൈറ്റാണ് താനും, എന്നാൽ നല്ല വാഴയിലോട്ട് കിട്ടത്തുമില്ല. എന്നാൽ പിന്നെ എന്ത് പണി ചെയ്തു, നീനമ്മ ഒരു ഫോയിൽ പേപ്പർ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വലിയ കറികളൊന്നും ഇല്ലെങ്കിലും ഒരു മുട്ട പൊരിച്ചതും പിന്നെ നല്ല ഫ്രഷ് കൊഞ്ച് ഫ്രൈയും പിന്നെ കോവയ്ക്ക് തോരനും മാങ്ങ അച്ചാറും ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൾ. പിന്നെ ചാറുകറിയായിട്ട് സാമ്പാറും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് പപ്പടവും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇച്ചനും ജീസപ്പനും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേക്കാളും മുന്നേ ആളെല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവർ വരുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ചോറിനോടൊന്നും ഒത്തിരി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ 3 പേർക്കും വേണ്ടിയിട്ടുള്ള പൊതിച്ചോറൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ അവർ വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കുക കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിട്ട്. നീനമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുവേ. അപ്പോൾ ദാ ഇച്ചനും ജീസപ്പനും നീനമ്മയും കുഞ്ഞനും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ടാറ്റാ ബൈ.